മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ NRV അഥവാ നോൺ റിട്ടേൺ വാൽവിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഫുഡ് വാൽവിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ NRV ഉപയോഗിക്കുന്നത്. കാരണം ഫുഡ് വാൽവിന് ഓവർ പ്രഷർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ NRV വാൽവ് നമ്മൾ ഉപയോഗിക്കുന്നത്. റിട്ടേൺ ആയിട്ട് വെള്ളം പൈപ്പിൽ തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോൺ റിട്ടേൺ വാൽവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ഇത് 1.5 ഇഞ്ചിൻ്റെയാണ്. 1.5 ഇഞ്ചിൻ്റെ നോൺ റിട്ടേൺ വാൽവാണ് വരുന്നത്. ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ബോൾ ടൈപ്പിലാണ് വെള്ളം സ്റ്റോപ്പ് ആകുന്നത്. ഉള്ളിലൊരു ബോളാണുള്ളത്. അപ്പം PVC NRVയും ബ്രാസ് NRVയും തമ്മിൽ വില വ്യത്യാസമുണ്ട്. ബ്രാസിനാണെങ്കിൽ വില കൂടും, PVCക്ക് ആകുമ്പോൾ ഇച്ചിരി വില കുറയും. ഇപ്പോൾ ഏകദേശം 450 രൂപ വില വരുന്നുണ്ട് 1.5 ഇഞ്ചിന്. പിന്നെ ഇതിൻ്റെ റിട്ടേൺ, ഇതിൻ്റെ വെള്ളത്തിൻ്റെ പൊസിഷനാണ് ഇവിടെ ഒരു ആരോ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അത് നോക്കിയിട്ടേ ഫിറ്റ് ചെയ്യാവുള്ളൂ. അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് ഫിറ്റ് ചെയ്യാവുള്ളൂ. അപ്പം ഇന്നും ഔട്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഊരി കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എങ്ങനെയാണ്. യൂണിയൻ ടൈപ്പാണെന്നാണ് നമ്മളിതിന് പറയുന്നത്. ടാങ്കി കണക്ടറിൻ്റെ ഒക്കെ ഒരു മോഡലിൽ തന്നെയാണ് ഇത് വരുന്നത്. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ബോള്. ഇത് ടൈറ്റ് ആകുമ്പോഴാണ് വെള്ളം റിട്ടേൺ പോകാണ്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനൊരു ബോളാണ് അതിൽ വരുന്നത്. പിന്നെ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ വേറെ ഒന്നും ചേർക്കാൻ, മറ്റേ ത്രെഡ് സീൽ ചുറ്റേണ്ട കാര്യമൊന്നുമില്ല. ലീക്കിൻ്റെ ഒരു പ്രോബ്ലം എന്തായാലും വരത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഞാൻ അപ്പുറത്തെ സൈഡിലൂടെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, എൻ്റെ ഫ്ലോയിൻ്റെ ഇത് നോക്കുക. ഇൻ ഔട്ട് നമ്മൾ എങ്ങനെ കൊടുക്കണം നമ്മൾ നോക്കുക. ഇനിയുണ്ട് നമ്മൾ ഇതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇത് ത്രെഡ് സീലൊന്നും ഇടാത്തതുകൊണ്ട് നമുക്ക് ഇത് എളുപ്പം പിന്നീടായാലും നമുക്ക് ഊരാൻ എളുപ്പത്തിന് നമ്മൾ എന്തെങ്കിലും പഴയ ഓയിൽ ഒക്കെ ഉണ്ടെങ്കിൽ, വണ്ടിയുടെ ഓയിലൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ ഈ കറക്റ്റ് ഇതിൻ്റെ ഈ ത്രെഡിൽ ഒന്ന് തേക്കാവുന്നതാണ്. ഇതിൻ്റെ ഈ ഗ്രൂ വരുന്ന ഇതിൽ ഒന്ന് തേച്ച് വെക്കുക. നമുക്ക് ഊരാനൊക്കെ എളുപ്പത്തിലാണ്. പിന്നീട് നമുക്കത് ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ ടൈറ്റൊക്കെ ആയിപ്പോയാൽ നമുക്ക് ഊരാൻ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒരു ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് ഇതിലേതെങ്കിലും ഒരു സാധനം നമ്മൾ ഇതിൽ നിന്ന് ആഡ് ചെയ്തിട്ട് നല്ല രണ്ട് സൈഡിലും ഇട്ട് വെക്കണം. രണ്ട് സൈഡിൽ നമ്മൾ ഒന്നിൽ ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇതേപോലെ ഒന്ന് തേച്ച് വെച്ചിട്ട് മാത്രം നിങ്ങൾ ഫിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഊരാൻ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് ഇതൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെക്കുക. അപ്പോൾ ഞാനിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പോകുന്ന പാരലായിട്ട് തന്നെ നമ്മളങ്ങ് കൊടുത്താൽ മതി. ഈ ഒരു രീതി കട്ട് ചെയ്യുക. ഇന്ന ഔട്ട് എപ്പോഴും നമ്മൾ നോക്കുന്നുണ്ട്. ഇതിൻ്റെ പൊസിഷൻ നോക്കുക. മോട്ടറിൽ നിന്ന് വരുന്ന ആ ലൈനിൽ ഉണ്ടോ, നമ്മൾ നടുക്ക് വരുന്ന ആരോ കണ്ടില്ലേ, മോട്ടറിൽ നിന്ന് വരുന്ന ഇന്ന് കയറി ഔട്ടിലേക്ക് പോവാണ്. നേരെ ടാങ്കിലേക്കാണ് പോകുന്നത്, ഈ സൈഡ്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.